കർത്താവായ യേശുക്രിസ്തു തൻ്റെ അന്ത്യകൽപ്പനയായി ഞങ്ങളോട് കൽപ്പിച്ചത്, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികൾ ആക്കുവീൻ എന്ന് പറഞ്ഞ ആ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പട്ടണത്തിൽ നിന്ന് ഈ സുവിശേഷ വിളംബര സന്ദേശം നടത്തപ്പെടുന്നത്. ഞങ്ങളെ കേൾക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ, സുവിശേഷം എന്ന് പറയുമ്പോൾ എന്താണ്? സുവിശേഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നല്ല വാർത്ത എന്നാണ്. ഇന്ന് രാവിലെയും നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേർന്ന പത്രമാധ്യമങ്ങൾ നിങ്ങൾ എടുത്ത് നോക്കിയാൽ, നല്ല വാർത്ത എന്ന് പറഞ്ഞ് രാവിലെ നമ്മൾ ധ്യാനിക്കുവാൻ നോക്കുവാൻ എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് നല്ലതായി പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾ, പീഡന പരമ്പരകൾ, മകൻ അപ്പനെ തിരിച്ചറിയുന്നില്ല, അപ്പന് മകളെ തിരിച്ചറിയുന്നില്ല. ആ നിലവാരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നാം പാർത്തുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ മുച്ചോട് മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക തിന്മകളായ ലഹരിക്കും മദ്യപാനത്തിനും എതിരെയൊക്കെ പോരാടുക എന്നുള്ളൊരു സന്ദേശം കൂടെ ഈ സുവിശേഷ സന്ദേശത്തിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഈ സമൂഹത്തെ മുച്ചോട് മുടിപ്പിക്കുന്ന ഇതുപോലുള്ള അരാജകമായ കാര്യങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയുന്ന ഒരു സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇന്നുവരെയും ഈ സുവിശേഷം ആരെയും കൊലപാതകികളാക്കിയിട്ടില്ല. ഇന്നുവരെയും ഈ സുവിശേഷം ആരെയും അരുതാത്ത പ്രവർത്തികളിൽ ഏർപ്പെടുവാൻ പ്രേരിപ്പിച്ചിട്ടില്ല. ഈ സുവിശേഷം എന്ന് പറയുന്നത് ആർക്കും ഒരു ദോഷവും വരുത്തിയിട്ടില്ല. സുവിശേഷം ഒരു നല്ല വാർത്തയാണ്. സുവിശേഷം ഒരു ശാന്തിയുടെ സന്ദേശമാണ്. സുവിശേഷം ഒരു സമാധാനത്തിന്റെ സന്ദേശമാണ്. അത് കൊലപാതകന്മാരെ കുഞ്ഞാടുകളാക്കിയ സന്ദേശമാണ് സുവിശേഷം. നരഭോജികളെ നരസ്നേഹികളാക്കിയ സന്ദേശമാണ് സുവിശേഷത്തിന്റെ സന്ദേശം. ഈ സന്ദേശത്തിന്റെ വക്താക്കളാകുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഈ നല്ല അവസരത്തെ ഒരു പദവിയായി കണ്ടുകൊണ്ട് ഈ സുവിശേഷ സന്ദേശത്തിന്റെ സനാതന സന്ദേശം ഞങ്ങൾ നിങ്ങളെ വിളംബരം ചെയ്ത് അറിയിക്കുകയാണ്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിൽ ഒത്തിരി മഹാന്മാർ ജനിച്ചിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്, അവർ മരിച്ചിട്ടുണ്ട്. അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എന്താണ് ഈ യേശുക്രിസ്തുവിലുള്ളത് എന്ന് ചോദിച്ചാൽ, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിൽ ജനിച്ച് കാലത്തികമെങ്കിൽ കന്യകയിലൂടെ പുരുഷ സ്പർശനമേൽക്കാതെ ജനിച്ച് ജീവിച്ച് പാലസ്തീന്റെ പച്ചമണ്ണിൽ ജീവിച്ച യേശുക്രിസ്തുവിന്റെ സനാതനമായ സത്യമാണ് സുവിശേഷം എന്ന് പറയുന്നത്. മഹാന്മാർ മരിച്ചു മൺമറഞ്ഞപ്പോൾ ഇന്ന് നിങ്ങൾ കാണുന്ന കലണ്ടറിൽ നോക്കിയാൽ ഒത്തിരി മഹാന്മാരുടെ ചരമദിനം കാണാൻ കഴിയും, ഒത്തിരി മഹാന്മാരുടെ ജനനദിനം കാണാൻ കഴിയും. എന്നാൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട യേശു കർത്താവിന്റെ ജനന ദിവസം മാത്രമല്ല നിങ്ങളുടെ കലണ്ടറിലുള്ളത്, മരണ ദിവസം മാത്രമല്ല നിങ്ങളുടെ കലണ്ടറിലുള്ളത്. എന്നാൽ ഞാൻ പറയാം, മറ്റുള്ള മഹാന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അതിനകത്തൊരു ഉയർപ്പിന്റെ സന്ദേശം കിടപ്പുണ്ട്. അത് തന്നെയാണ് ഈ സുവിശേഷത്തെ വ്യത്യസ്തമാക്കുന്നത്. ഞങ്ങൾ വിളിച്ചു പറയും, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. കേൾക്കപ്പെടുന്ന പ്രിയപ്പെട്ടവര്, മൂല്യച്യുതി ബാധിച്ച